ഗൈസ് ഗോവൻ ഫിഷ് താലി കഴിക്കാൻ വേണ്ടി ഹോം മെയ്ഡ് ഫുഡ് നമ്മളിത് ഇവിടെ കയറിയിരിക്കണേ. അപ്പോൾ ഗൈസ് നമ്മളുള്ള താലി വന്നിട്ടുണ്ട്, ഗോവൻ താലി. റൈസ് ഉണ്ട്, മീൻ കറി ഉണ്ട്, മീൻ ഫ്രൈ ഉണ്ട്, ഒരു ബീട്രൂട്ട് തോരനുണ്ട്, ഒരു സാലഡ് ഉണ്ട്, മീൻ വറുത്തത്, കക്ക, അങ്ങനെ കുറേ ഐറ്റംസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ ഈ കടയിൽ കയറി, ഈ ചേട്ടൻ്റെ കടയിൽ. താങ്ക് യു. कभी भी आया था तुम जरूर इधर आओ हमारा इधर खाने के लिए. യെസ്. അപ്പോൾ सिर्फ खाने के लिए. നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പം ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ് കുക്കും ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഇത് നമുക്ക് ഇവർ തന്നതാണ്. ഇത് ഡൈജഷനൊക്കെ നല്ല ഒരു ഐറ്റമാണ്. നമുക്ക് ഗോവയിലൊന്നും നിങ്ങൾക്ക് കാണാം, ഇത് വലിയ ജാറിലൊക്കെ വെച്ച് ആൾക്കാർ വിൽക്കുന്നതാണ്. ഗൈസ് അപ്പോൾ നമ്മളിത് ബട്ടർഫ്ലൈ ബീച്ചിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കണേ. നമ്മുടെ ബാക്കിയുള്ള വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗോ ടു ബട്ടർഫ്ലൈ ബീച്ച്. അപ്പോൾ നമുക്ക് അടുത്തൊരു ഓഫ് റോഡ് റൈഡ് കിട്ടിയേക്കണേ. അപ്പോൾ നമ്മൾ നല്ല കട്ടച്ചെളിയുള്ള വഴിയിലൂടെ ഓഫ് റോഡ് ഓടിച്ച് ബട്ടർഫ്ലൈ ബീച്ചിലേക്ക് പോകണേണ്. ഇത് അറ്റം വരെ നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ പകുതിക്ക് വെച്ച് നമ്മൾ വണ്ടി കൊണ്ട് വെച്ചിട്ട് ബാക്കി നമ്മൾ നടന്ന് ബട്ടർഫ്ലൈ ബീച്ചിലേക്ക് പോകുന്നതായിരിക്കും. എല്ലാ കുഴിയും നോക്കി ചാടിക്കും. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിതാ ബട്ടർഫ്ലൈ ബീച്ചിലേക്ക് നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. അവിടെ നല്ല വെള്ളം ഒഴുക്കൊക്കെ കാണുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഇവിടെ കൂടി ബൈക്കൊക്കെ ഓടിച്ചാണ് പോയത്. പക്ഷേ ഇപ്രാവശ്യം ബൈക്ക് ഓടിക്കലൊന്നും നടക്കുകയൊന്നുമില്ല. ഡിസംബറിൽ വരികയാണെങ്കിൽ ബൈക്കൊക്കെ ഓടിച്ച് പോവാം. ഈ ഒരു ടൈമിൽ ബൈക്കൊന്നും നടക്കത്തില്ല. ഇവിടെ കൂടി ട്രക്ക് ചെയ്താണ് നമ്മൾ ബട്ടർഫ്ലൈ ബീച്ചിലേക്ക് പോകുന്നത്. ഈ കാടിൻ്റെ ഉള്ളിൽ കൂടിയാണ് പോകേണ്ടത്. വഴിയൊന്നും തെറ്റത്തില്ല, കാരണം അവിടെ ഇവിടെയൊക്കെ സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പറയുന്നത് ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് കയറി പോകാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രൈവറ്റ് പ്രോപ്പർട്ടി ബട്ടർഫ്ലൈ ബീച്ച് ഇപ്പോൾ ഇവർ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആക്കിയേക്കണേണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ വന്നപ്പോൾ നമ്മൾ ബൈക്ക് ഓടിച്ച് ഫ്രീ ആയിട്ട് നമ്മൾ അറ്റം വരെ ഓടിച്ചിട്ടാണ് പോയത്. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല. ഇപ്രാവശ്യം വന്നപ്പോൾ അവരിത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആക്കി. ഒരു ബൈക്കിന് 100 വെച്ചിട്ടാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബൈക്ക് കൊണ്ടുവന്നില്ലെങ്കിലും ഒരു ബൈക്കിന് 100 രൂപ എന്നുള്ള രീതിയിൽ ക്യാഷ് കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ അവരുള്ളിലേക്ക് കയറ്റി വിടുള്ളൂ. അല്ലെങ്കിൽ അവരുടെ ജീപ്പ് എടുക്കണം. പെർ ഹെഡ് 250 കൊടുത്തിട്ട് അവരുടെ ജീപ്പ് എടുത്തിട്ട് അതിലേക്ക് കയറി പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് പറ്റിക്കൽ പരിപാടികൾ ഇവിടെ വളരെയധികം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇപ്പോൾ ബട്ടർഫ്ലൈ ബീച്ച് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആക്കിയേക്കണേണ് അവർ. ബീച്ച് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ടിട്ട് നമ്മൾ ലേലം വിളിക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ടിട്ടും കാശ് മേടിക്കണ്ട, ആരും പോകണ്ട, വേറെ സ്ഥലത്ത് പോകുന്നത്. അല്ല അതാ ഞാൻ പറഞ്ഞു. അല്ല ഇവനതല്ലേ പറഞ്ഞു. അല്ല ഞാൻ പറഞ്ഞു കാട്ടിക്കുടി കയറി പോയാലൊന്ന്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ബട്ടർഫ്ലൈ ബീച്ചിലേക്ക് വണ്ടി ഓടിച്ചപ്പോൾ ഒരു 2-3 കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നു. ഇങ്ങോട്ട് അലപ്പേഡ് വാലി എന്നാണ് ആ വഴിയുടെ സ്റ്റാർട്ടിങ്ങിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ കൂടി കയറിയാണ് നമ്മളിങ്ങടേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ ഓടിച്ച് ഒരു 1-2 കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നു ഓഫ് റോഡ് ഓടിച്ച്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ഒരു 1-2 കിലോമീറ്റർ ഉണ്ട്. നമ്മളൊരു ഡിസംബർ ടൈമിലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് കൂളായിട്ട് ബുള്ളറ്റൊക്കെ ആണെങ്കിൽ ഓടിച്ച് ആ അറ്റം വരെ പോകാം. സ്കൂട്ടറാണെങ്കിലും ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ കുറച്ച് ചെളി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ അത് കൂടാതെ ഇവരിപ്പോൾ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് പോലെ വെച്ചിട്ട് ഒരു സ്കൂട്ടറിന് കൊണ്ടുപോയില്ലെങ്കിലും 100 രൂപ വെച്ചിട്ട് ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ള സ്ഥിരം ഒരു തട്ടിപ്പ് പരിപാടിയാണിത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പരിപാടി നടക്കുന്നത്. അപ്പോൾ നമ്മളതുകൊണ്ടിട്ട് അങ്ങോട്ട് പോകുന്നില്ല. ഇപ്പോൾ ഒരു വണ്ടി അവിടെ വെച്ചിട്ട് വണ്ടിക്ക് കൊണ്ടുപോകാനും പറ്റത്തില്ല. അപ്പോൾ വണ്ടി വെച്ചിട്ട് അതിനൊരെണ്ണത്തിന് 100 വെച്ചിട്ട് 4 വണ്ടിക്ക് 400 കൊടുത്തിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ. അപ്പോൾ നമ്മളത് അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ നേരെ തിരിച്ചു പോകണേ. ഫ്രണ്ട്സ് നമ്മളപ്പോൾ അത് പലോളം ബീച്ചിലേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ അതേ പലോളം ബീച്ചിൽ നമ്മൾ കുറച്ച് നേരം കറങ്ങിയിട്ട് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോകുന്നതായിരിക്കും. രാവിലെ ക്ലോക്ക് റൂമിൽ വെച്ചാൽ ലഗേജ് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വണ്ടിയൊക്കെ നമ്മളിവിടെ പാർക്ക് ചെയ്തു. ഇവിടെയാണ് വണ്ടി നമ്മൾ പാർസൽ ചെയ്ത് അയക്കുന്ന സ്പേസ്. ഇപ്പുറത്താണ് ക്ലോക്ക് റൂം. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് നമ്മളുടെ ലഗേജ് തിരിച്ചെടുക്കുന്നതായിരിക്കും. യെസ്, റെസിപ്റ്റ് കൊടുത്തു, സാധനം എടുക്കുന്നു. എടുത്തോ.